ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ നാട്ടിലെത്തി. കുറച്ച് ദിവസമായിട്ടോ നാട്ടിൽ വന്നിട്ട്. വ്ളോഗ് എടുക്കാനോ അല്ലെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാനോ ഉള്ള ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. റേഞ്ചിൻ്റെ ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു. വീട് വ്ളോഗൊന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയായിരിക്കും. എന്നാലും ഞാൻ അവിടെ എവിടെയും പോയ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ ചേർത്തൊരു വ്ളോഗാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. വ്ളോഗിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊരു കേക്കിൽ നിന്ന് തന്നെ തുടങ്ങാം. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ഗസ്റ്റ് വന്നപ്പോൾ അപ്പുമോന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതായിരുന്നു ഈ ഒരു ക്യാരറ്റ് കേക്ക്. എന്നാൽ പിന്നെ വിചാരിച്ചു ഇന്നത്തെ വൈകിട്ടത്തെ ചായയുടെ കൂടെ ഇത് കഴിക്കാമെന്ന്. അങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ കുറേ കാലങ്ങൾക്ക് ശേഷമായിരുന്നു ഈ ഒരു കേക്ക് കഴിക്കുന്നത് തന്നെ. അത്യാവശ്യം ഞാൻ വിചാരിച്ചതിലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നാട്ടിൽ വന്നതിന് ശേഷം ഞങ്ങൾ കുറേ യാത്രകൾ പോയി. അതായത് നമുക്ക് വേണ്ടുന്നിടത്തും അത്യാവശ്യം പോകേണ്ടിടത്തും ഒക്കെ ഞങ്ങൾ കുറേ യാത്രകളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പോയതെല്ലാം എന്നെ സംബന്ധിച്ച് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ചിലതൊക്കെ അവിടെ എവിടെയും പോയത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ഞാൻ നാട്ടിൽ നിന്ന് വരുന്നതിന് മുമ്പ് കുറച്ച് വസ്തു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് അച്ഛൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ വീടിൻ്റെ അവിടുന്ന് കുറച്ച് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. പക്ഷേ ആ പോകുന്ന വഴി മൊത്തം കാടായതുകൊണ്ട് നമ്മൾ വേറൊരു വഴി കൂടെ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴയുള്ളൊരു ദിവസം കൂടിയായിരുന്നു. ഒരു ദിവസം വൈകുന്നേരം ഞങ്ങൾ ഇങ്ങനെ വെളിയിൽ എല്ലാവരും കൂടി ഇരുന്ന സമയത്താണ് റോഡിൽ കൂടെ ചെടി ഇതുപോലെ കൊണ്ടുപോയത്. എന്നാൽ പിന്നെ നമുക്ക് വീട്ടിലേക്ക് വേണ്ടുന്ന ചെടികളെ നോക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ കുറേയൊക്കെ നോക്കി. പക്ഷേ ചിലതൊക്കെ വാടിയതായിരുന്നു. പിന്നെ നമ്മൾ വിചാരിച്ചു എന്നാൽ ചെടിക്കടയിൽ പോയി തന്നെ വാങ്ങിക്കാം എന്നുള്ളത്. അതുകൊണ്ടിപ്പോൾ വാങ്ങിച്ചില്ല കേട്ടോ, വെറുതെ നോക്കിയതേ ഉള്ളായിരുന്നു. Hi, butterfly. Hollalo. Holla. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം ഞാനും അച്ഛനും കൂടെ ഒന്ന് പുറത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ ഉറക്കി കിടത്തിയതിന് ശേഷമായിരുന്നു ഞങ്ങൾ പത്തനാപുരത്തോട്ട് ഇറങ്ങിയത്. അത് ഞാൻ പറയാൻ വന്നതാ. എൻ്റെ പണ്ടത്തെ വ്ളോഗിലൊക്കെ സ്ഥിരം കണ്ടുകൊണ്ടിരുന്ന വഴികൾ തന്നെയായിരിക്കും ഇത്. ഇപ്പോൾ പോയപ്പോൾ ഒരു രസമുണ്ടായിരുന്നു. കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ ഞങ്ങളിങ്ങനെ ബൈക്കിലും യാത്ര ചെയ്യുന്നത്. വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ പത്തനാപുരം ജംഗ്ഷനിൽ പോകാൻ വേണ്ടിയിട്ട്. ഇതാണ് പത്തനാപുരം ജംഗ്ഷന്. 1-2 ആവശ്യങ്ങളുണ്ടായിരുന്നു. ഒന്നാമത് ഹെൽമെറ്റ് വാങ്ങണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരിടത്ത് ചെന്ന്, പക്ഷേ അവിടെ തുറന്നിട്ടുണ്ടായിരുന്നില്ല. പ്രസ് ടു ഓപ്പൺ. അതൊക്കെ കഴിഞ്ഞിട്ട് പൈസ എടുക്കാൻ വേണ്ടിയിട്ട് ATM വരെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് അവിടെ 1-2 കാര്യങ്ങളുണ്ടായിരുന്നു. ഇവിടെ ഒരു കടയിൽ കയറിയിട്ട് സ്പ്രേ പെയിൻ്റ് ഒക്കെ വാങ്ങണമായിരുന്നു. അതൊക്കെ വാങ്ങിയതിന് ശേഷം വണ്ടിയുടെ സീറ്റ് ചെറുതായിട്ടൊന്ന് കീറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അന്നേരം പിന്നെ അതും കൂടെ ശരിയാക്കിയിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് ഇറങ്ങിയതായിരുന്നു കേട്ടോ. കൊച്ചു കൊച്ചു പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ബൈക്കിൽ ഒരു കുഞ്ഞു യാത്ര പോയി. അവിടുന്ന് തന്നെ അടുത്ത് ഒരു കുഞ്ഞു കാട് പോലുള്ളൊരു സ്ഥലം ഉണ്ടായിരുന്നു. അങ്ങോട്ടൊരു യാത്രയായിരുന്നു.
മഴയും ഈ ബൈക്ക് യാത്രയും കുഞ്ഞു കുഞ്ഞു കാഴ്ചകളും ഒക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളും ആ കാഴ്ചകളൊക്കെ കണ്ടോളൂ. ഇവിടെ എൻ്റെ മണ്ണേ മാനിനെ കണ്ട മാൻ മഴയായിട്ട് ഞങ്ങൾ എവിടെ കയറിയിട്ടില്ല.
വീടാണോ? വീടെല്ലാം തോന്നി എന്തോ സംഗതി. ഞങ്ങളതുകൊണ്ട് ഇങ്ങനെ കയറി നിൽക്കുക. എന്നിട്ടുണ്ട് ഞങ്ങളിനി ഇറങ്ങാൻ പോവാണേ. ഞങ്ങളപ്പോൾ തിരിച്ചു പോകുമ്പോഴും ചെറിയ ചെറിയ മഴ ഉണ്ടായിരുന്നു. എന്നാലും നേരെ വീട്ടിൽ പോകുന്നതുകൊണ്ട് നേരെ അങ്ങ് വിട്ടു കേട്ടോ. ചെറിയ മഴയൊക്കെ നനഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോയി. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.